വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു പ്ലാനർ വീഡിയോ ആയിട്ടാണ്. ജൂലൈ മാസത്തിലെ പ്ലാനർ. ഇതിപ്പോൾ ഞാൻ സാധാ നമ്മുടെ ബ്ലാക്ക് മഷി പേനയും അതുപോലെ തന്നെ സാധാ ഒരു നോട്ട്ബുക്കും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പം നമ്മൾ മാർക്കർ ഉപയോഗിക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് അപ്പുറത്തെ പേജിലോട്ട് അതിൻ്റെ മഷി ആവുന്നത് കാരണം കൊണ്ട് പേജിന് കട്ടി കുറവായതുകൊണ്ട് ഞാൻ മാർക്കർ പെൻ അങ്ങനെ യൂസ് ചെയ്തില്ല. അപ്പോൾ അതാ നമ്മുടെ തീം പേജായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ബേക്കറി ഐറ്റംസ്, നമ്മുടെ കുഞ്ഞു കപ്പ് കേക്കും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ബർഗറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീമായിട്ട് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്ലാനറിൽ വേണമെന്നുണ്ടെങ്കിൽ പടം വരയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെയാണ് പടമൊക്കെ വരയ്ക്കാം കേട്ടോ. നല്ല നല്ല പടങ്ങളൊക്കെ പിന്നെയും വരയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോം മേക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയാലും ഒക്കെ ഇതുപോലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എന്നെക്കാട്ടിലൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വരച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ തീം പേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ അതുപോലെ ചെടികളോ അങ്ങനെ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് തീമാക്കാനായിട്ട് പറ്റും. പിന്നെ റെയിനി മഴവില്ല്, മഴക്കാര്, മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബുക്സ് തീമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ കലണ്ടർ സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിലത്തെ പേജ് യൂസ് ചെയ്യുന്നില്ലാത്തത് കാരണം അവിടെ ഞാൻ മാർക്കർ ഉപയോഗിച്ചു. മാർക്കർ ഉപയോഗിച്ചതിന് കുറച്ചും കൂടി നന്നായിട്ട് തെളിഞ്ഞു വന്നു. മറ്റേ പേന ഉപയോഗിച്ചത് അത്രയും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ക്യാമറയിൽ അത്ര ഇതായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാനിങ്ങനെ നമ്പറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഡേറ്റൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ കലണ്ടർ സെറ്റാക്കി. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ജൂലൈയിലെ ഒരു കോട്ടും കൂടി എഴുതി കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു കോട്ട് നമ്മൾ ആ മാസമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ജസ്റ്റ് വായിക്കുമ്പോഴത്തേന് നമുക്കൊരു മോട്ടിവേഷൻ പോലെ ആവുകയും ചെയ്യും. നമുക്കത് വായിക്കുമ്പോഴത്തേനൊരു നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പേജിൽ ഞാൻ എടുത്തത് സ്റ്റഡി റുട്ടീനാണ്. ഈ ഒരു സമയത്താണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പുറത്തേക്ക് ആ ഒരു പേജ് ഇങ്ങനെ കാണുന്നത്, മഷി ഇങ്ങനെ കാണുന്നത്. അതാണ് മാർക്കർ മാറ്റിയത്. അപ്പോൾ അതാ മൂഡ് ട്രാക്കറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കുഞ്ഞി ഡൂഡിൽസ് ഇല്ലേ, ഡൂഡിൽ ആർട്ട്, നമ്മുടെ സ്നാക്ക് ഐറ്റം, പിന്നെ അതുപോലെ കോഫി, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കുഞ്ഞി പടങ്ങളാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേജാണ്, നമ്മുടെ പ്ലാനറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ മൂഡ് ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, സന്തോഷമാണോ സങ്കടമാണോ എനർജറ്റിക് ആണോ സക്സസ് ആണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂഡ് ട്രാക്കർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഓരോ കളർ കോഡ് കൊടുക്കും. എന്നിട്ട് അന്നത്തെ ദിവസം മെയിൻലി നമുക്ക് എന്തായിരുന്നോ, സന്തോഷമായിരുന്നെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെ കോഡ് കൊടുക്കും, സങ്കടമായിരുന്നെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ മൂഡ് ട്രാക്കർ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇത് എല്ലാം 30-31 ദിവസം ഉണ്ടെങ്കിൽ ആ എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അന്നത്തെ ആ ഒരു മാസം എങ്ങനെയായിരുന്നു നമുക്ക് പോയിരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ടാണ് നമ്മൾ മൂഡ് ട്രാക്കർ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഞാനവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നിടത്ത് ഒരു കോട്ട് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബി ഹാപ്പി, ബി ബ്രൈറ്റ്, ബി യു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലെന്ന് പറയുന്നത് നമ്മളായിരിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോട്ടിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് എടുത്തത് ഹാബിറ്റ് ട്രാക്കറാണ്. അതായത് നമുക്ക് പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പേജാണ് കേട്ടോ. അതൊന്ന് ട്രാക്ക് ചെയ്യാനുള്ളൊരു പേജാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഓരോരോ പുതിയ ശീലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കുറേ നാളുകളായിട്ടുള്ള പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്നൊരു ശീലമാണ് റീഡിങ്, അതുപോലെ തന്നെ വാക്കിങ്, എക്സർസൈസ്, ഡ്രിങ്ക് വാട്ടർ. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് എന്താണോ നമുക്ക് ഹാബിറ്റ് വേണ്ടത് അത് നമുക്ക് ചേഞ്ചാക്കി എഴുതിയെടുക്കാം കേട്ടോ. അതായത് മൊബൈൽ ഫോൺ യൂസേജ് കുറയ്ക്കണം എന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വൽ ആവണമെന്നോ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് സ്റ്റഡി ഹാബിറ്റ് അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമ്പറൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നെക്സ്റ്റ് പേജായിട്ട് ഞാൻ എടുത്തത് ജൂലൈയിൽ ഒരു കലണ്ടർ എഴുതി കൊടുക്കുന്നുണ്ട്. കുഞ്ഞായിട്ട് കലണ്ടർ എഴുതുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പേജിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാനായിട്ടാണ്. ആ ഒരു മാസത്തിലത്തെ ചിലപ്പം പേരൻസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻ, അതേപോലെ ബർത്ത്ഡേസ്, അതുപോലെ മക്കളുടെ ഫീസ് കൊടുക്കേണ്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ടാണ് ഈ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ എഴുതി വെക്കാം. പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരുടെ പഠിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എഴുതി വെക്കാവേ. ഇനിയിപ്പം ഇവിടെ ഐഡിയാസ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഐഡിയാസിൽ നമുക്ക് എന്ത് ഐഡിയ വേണമെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂ സ്കിൽസ്, അതായത് ഈ ഒരു മാസം ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ല് എന്താണ് എന്നുള്ളതാണ്. കൂടുതലായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുക ടൈലറിങ് ആണ്. ടൈലറിങ് ഞാൻ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു സെക്ഷൻ ഈ പ്രാവശ്യം ഈ പ്ലാനറിലാണ് ഞാൻ കൊടുത്തോളൂ. പാസ്വേഡ്സ് എപ്പോഴും മറന്നു പോകും. മെയിലിൻ്റെ പാസ്വേഡും എപ്പോഴും ഞാൻ മറന്നുപോയിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും ഓരോ പ്രാവശ്യം. ഇപ്പം ഇന്ന് പാസ്വേഡ് ചെയ്തിട്ട് നാളെ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊന്ന് പാസ്വേഡുകളൊന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഈ ബുക്കൊക്കെ കളയാൻ നേരത്ത് നമ്മൾ ആ പാസ്വേഡിൻ്റെ ഒക്കെ ആ പേജ് കീറിയും അല്ലെങ്കിൽ അത് വെട്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഗോൾ ഓഫ് ദ മന്താണ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്, ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പഠന സംബന്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും എഴുതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റിൻ്റെ ഒരു സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ടു ഡു ലിസ്റ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഗോൾ സംബന്ധമായിട്ട് ആ ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതാണ്. അങ്ങനെ ആ ഒരു പേജ് ഞാൻ ഒഴിച്ചിട്ടു. ഇനിയിപ്പം അത്യാവശ്യം അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റത്തെ പേജിൽ ഞാൻ ക്ലീനിങ് സ്കെഡ്യൂൾ, അതായത് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം, അതായത് 31 കോളം വരച്ചിട്ട് 31 ദിവസത്തിൽ ഓരോ ദിവസവും ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കേണ്ട ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെക്ഷനും കൂടി കൊടുത്തു. നെക്സ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് കെയർ സെക്ഷനാണ്. സെൽഫ് കെയർ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാനും നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനും ഒക്കെ ടൈം എടുക്കുകയും അതിനുള്ള ആക്ടിവിറ്റീസ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ക്രാഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കാനായിരിക്കും, ഒരു ബുക്ക് വായിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കുക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാനായിരിക്കും. അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്നൊരു സെൽഫ് കെയർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഐഡിയാസൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ടുള്ള ഒരു സെക്ഷനാണ് അടുത്തത്. അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ബുക്സ് ടു റീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മാസം നമ്മൾ വായിച്ച് തീർക്കേണ്ട ബുക്കുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ഒരു സെക്ഷൻ സെറ്റാക്കിയിട്ടുണ്ട്.
പിന്നെ ലാസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വർക്ക് സ്കെഡ്യൂളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാഗസിൻ എഡിറ്ററായിട്ട്. അപ്പം ഓരോ ദിവസവും എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് അങ്ങനെ ഒരു വർക്ക് സ്കെഡ്യൂൾ സെക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഈ മാസത്തെ പ്ലാനർ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ തീം പേജ്, കളർ പേജ്, അതുപോലെ സ്റ്റഡി റുട്ടീൻ, മൂഡ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഐഡിയാസ്, പാസ്വേഡ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പ്ലാനർ DIY പ്ലാനർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചേക്കണേ.